ഇപ്പം അനുമോളാണെങ്കിൽ ജിസേലിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരയ്ക്കുന്നു, അത് കഴിഞ്ഞ് ജിസേൽ തള്ളുന്നു. അപ്പം ഒരു സിമിലർ വീഡിയോ ഇപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റോബിനെ ആണെങ്കിൽ റോബിൻ റിയാസിനെ തള്ളിന്ന് പറഞ്ഞിട്ടാണ് റോബിനെ പുറത്താക്കിയത്. അതെന്തുകൊണ്ട് ഇപ്പം ഈ ഒരു സീസണിലാണെങ്കിൽ ചെയ്യുന്നില്ല ബിഗ് ബോസ് ലേഡീസിനോട് ഫേവറിസം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, അത് എനിക്ക് തോന്നുന്നത് റോബിന്റെ ഫാൻസ് വന്നിട്ട് അതിന് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവർ വെളിയിൽ നിന്നും വേറെ ഗെയിം കളിക്കുന്നത്, ഇവിടെ ഓഡിയൻസ് കളിക്കുന്ന ഗെയിം വേറെ തന്നെ ഒരു ഗെയിമാണ്. മാനിപ്പുലേഷൻസിന്റെ ഉസ്താദുമാരാണ് ഓഡിയൻസ്. ഓരോന്ന് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് ഈ ഓഡിയൻസ് ഉണ്ടാക്കിയിരുന്ന വീഡിയോസുകളുണ്ട്. അതാണ് എൻ്റെ പൊന്നു. അക്ബറൊക്കെ കാണുന്ന അക്ബറിന്റെ ഒക്കെ ഡേർട്ടി ഗെയിമിലും അക്ബറിന്റെ ഒക്കെ മാസീവ് സാധനമായിട്ടാണ് എടുത്ത് ഓഡിയൻസ് കൊടുക്കുന്നത് സാധനം. അതുകൊണ്ടിട്ട് അത് മാനിപ്പുലേഷനാണ്. കാരണം അനുമോൾ ജിസേലിന് കൺസെന്റ് ഇല്ലാതെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച റിയാക്ഷനാണ്. ഇപ്പം റിയാസ് ചെയ്തിരിക്കുന്ന സാധനം മാലയിൽ മാത്രമാണ് തട്ടിപ്പിടിച്ചിട്ടുള്ളത്. അവിടെ റിയാസ് കാരണം മാല പറിച്ചുകൊണ്ട് പോയി എന്നുള്ള ഇമോഷനിലല്ലാതെ എൻ്റെ നെഞ്ചത്തടിച്ചെന്നോ എന്നെ പിടിച്ച് തള്ളിയെന്നോ ഉള്ള ഒരു ഇമോഷനും റോബിൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പറയാതെയാണ് റിയാസിനെ തള്ളുന്നത്. അവിടെ റോബിനാണ് അങ്ങോട്ട് തെറ്റ് ചെയ്യുന്നത്. റിയാസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല. ഇവിടെ അനുവിന്റെ ഭാഗത്തുനിന്ന് ജിസേലിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ട് രണ്ടെണ്ണം നിന്ന് പോണമെങ്കിൽ, തുടരണമെങ്കിൽ, കാരണം രണ്ടാളും പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഓടൂലല്ലോ. ഇല്ല, എന്നാ പിന്നെ റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നല്ലോ ഇതിനകത്തും ഉണ്ടായിരുന്നത്. അപ്പൊ അവരിത് അങ്ങനെ റോബിൻ രാധാകൃഷ്ണനെ നമുക്ക് ചെറുതായിട്ടൊന്നും കളയണ്ട. എനിക്ക് താല്പര്യമില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നു അത് മത്സരിച്ചുകൊണ്ട് നിന്ന സമയത്ത്. പക്ഷെ റോബിൻ ഉള്ളത് കൊണ്ടാണ് റിയാസിനും ഇതാക്കാൻ പറ്റിയത്, റിയാസ് ഉള്ളത് കൊണ്ടാണ് റോബിന് കളിക്കാൻ പറ്റിയത്, ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് റോബിന് കളിക്കാൻ പറ്റിയത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ അതിനെ അനലൈസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസണിൽ എല്ലാവരുടെയും ഫേവറേറ്റ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായാലും പറയുന്ന ഒരു സീസണാണ് സീസൺ 4. അപ്പൊ അതിനകത്തൊരു മെയിൻ ഭാഗം ഡോക്ടർ റോബിൻ, റിയാസ്, അതുപോലെ തന്നെ ജാസ്മിൻ, ഈ ഒരു 3 കണ്ടസ്റ്റൻസ് ആണ് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചവര്. ഞങ്ങളുടെ സീസണിലെ ഫസ്റ്റ് സീസൺ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഫസ്റ്റ് സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസിനോടും ചോദിച്ചാൽ അവർ സീസൺ 4 പറയും. കാരണം സീസൺ 4 ആണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സെൻസേഷണൽ ആയിട്ട് ഓടി. ഞങ്ങളെ സീസൺ 2018 തന്നെ ഇത്രയും വലിയ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ബെസ്റ്റ് കണ്ടസ്റ്റൻസ് വേറെ ഒരു സീസണുകളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നല്ല കണ്ടസ്റ്റൻസ്, അതായത് ആളുകൾ ക്വാളിറ്റി കണ്ടസ്റ്റൻസിൽ അപ്പുറത്തേക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. രഞ്ജിനി ഹരിദാസ് വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ശ്വേത മേനോൻ വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇവർ വന്നാൽ കൊള്ളാന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ പലരെയും വന്നാൽ കൊള്ളാന്ന് പറയുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമായിരിക്കും വരുന്നത് ഓരോ സീസണിലും. തീർച്ചയായും ഒരു 50 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാളായിരിക്കും അതിനകത്ത് വരുന്നത്. ബാക്കി 49 ആൾക്കാരുണ്ടാവില്ല. ഇപ്പം നമുക്ക് ഈ ധ്യാൻ ശ്രീനിവാസനെ പോലെ, ബാലേനെ പോലെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പോലെ, അവരെയൊക്കെ ബീന ചേച്ചി, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും വരുന്നില്ല. കാരണം കണ്ടസ്റ്റൻസ് ഇല്ലാഞ്ഞിട്ടല്ല, അതിന്റെ ഒരു പാറ്റേൺ തന്നെ മാറിപ്പോയത് കൊണ്ടിട്ട് തന്നെ ആളുകൾക്കുള്ള ഭയമുണ്ട്, പിന്നെ പേയ്മെന്റ് ഇഷ്യൂസുകളുണ്ട്. അതുകൊണ്ടിട്ടാണ് അതൊന്നും ഉണ്ടാവാത്തത്. നെവിൻ ആണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ഭയങ്കര ഡ്രാമ. സത്യം പറഞ്ഞാൽ ആദില നൂറയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് അല്ലേ? അപ്പം നെവിൻ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഹൗസിൽ വന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ നോക്കുവാണെങ്കിൽ അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ അവര് നല്ല ആക്റ്റീവായി വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നൂറ അപ്പാനിയെടുത്ത് ഷൗട്ട് കണ്ടാൽ തോന്നുന്നു ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ നമുക്ക് തോന്നും. അപ്പൊ അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അവര് LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്നാ തോന്നുന്നത്? ഒന്ന്, അവരെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അവിടെ കൊണ്ടുവരുന്നത് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേഷൻ എന്നുള്ള നിലയിലായിരിക്കുമല്ലോ. ഒബ്വിയസ്ലി അവർ ലെസ്ബിയൻ പാർട്ട്നേഴ്സ് ആണെന്നുള്ളത് അവർ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതാണ്. 2022 ആദില നസ്രീൻ വാസസ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഒരു ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് അനുകൂലമായിട്ട് 2 പേരെയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയാണ് അവർക്ക് പെർമിഷൻ കൊടുത്തത്. അങ്ങനെയാണ് ആ കുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അവിടെ തന്നെ അവർ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്ന ഒരു ആക്ട്, അതിന് വേണ്ടിയിട്ട് അത് ഇപ്പം റിജക്റ്റ് ചെയ്തു. എന്നാലും അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയ കേരളത്തിൽ നിന്നുള്ള 2 കുട്ടികൾ, ആദില നസ്രീനും നൂറ ഫാത്തിമയാണ്. ഓക്കെ, ഇവർ 2 പേരാണ് അവിടെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആദിലനെയും നൂറേനെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞതും അവരവിടെ ചെന്ന് 2 പേരും കൈപിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടേത് വെട്രിയാണ്, അവരുടേത് റെവല്യൂഷനാണ്. അത് അറിഞ്ഞുകൂടാത്ത ബോധമില്ലാത്ത അവനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആദില പറയുന്നുണ്ട്, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നുള്ളത്. അപ്പം ബുദ്ധിയും ബോധവും ഉള്ള മനുഷ്യർക്ക് മനസ്സിലാവും അവരുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്. അല്ലാതെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ LGBTIQ എന്ന് 10 പ്രാവശ്യം പറയുന്നത് കൊണ്ടിട്ട് ഒരു ഇതുമില്ല. കമ്മ്യൂണിറ്റി ആണെന്ന് അവരുടെ സ്വത്വബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരത് ഓപ്പണായിട്ട് പറയുന്നിടത്താണ് അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും സ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ആദിലയുടെ ബർത്ത്ഡേ
ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞ സമയത്ത് നമ്മളൊക്കെ വിഷസ് അറിയിച്ചിരുന്നു. ഇതുപോലെ ശീതൽ ശ്യാം, അതുപോലെ നാദ്ര, അപർണ, ഞാന്, അവളുടെ കൂടെ ഉള്ളൊരു ജീവി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ജീവിത. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവർക്ക് വിഷസ് അറിയിച്ചത്. സോ എനിക്ക് തോന്നുന്നു അത് കണ്ടപ്പോൾ തന്നെ നെവിന് മനസ്സിലായിട്ടുണ്ടാവണം മേ ബി ആ സപ്പോർട്ടേഴ്സ് പുറത്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കായിരിക്കുമെന്ന്. മേ ബി അതിൻ്റെ ഒരു സെൽഫിഷ് ഈഗോയോ ആകാം. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, എന്നെ കവിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നവർ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല, അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് തൊലയ്ക്കും, ആദില നൂറേനെയും രണ്ടുപേരെയും പരസ്പരം തെറ്റിക്കും എന്നുള്ളത് അവരവിടെ പറയുന്നുണ്ട്. അപ്പം അവനത് 2-3 പ്രാവശ്യം അവൻ പറഞ്ഞു സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നത് അവൻ ഫണ്ണിക്കാണ് പറഞ്ഞത്. അവന് ഫണ്ണിക്ക് പറയാനുള്ളതല്ലല്ലോ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് അതിനകത്തുണ്ടായ ഒരു പുതിയ തരം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഇവിടെ നിന്റെയൊക്കെ ഈ സ്ട്രാറ്റജി പോവില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിസം പോവില്ല, ഇതൊരു ഗെയിം. അതേസമയം ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ സെപ്പറേറ്റഡ് ആവും എന്ന് പറയുന്നത് ഭയങ്കര ഡേർട്ടി ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ കൃത്യമായിട്ട് ആദില ചോദിക്കുന്നുണ്ട്, നെവിൻ നീ ഇവിടെ നിന്ന് പോകുന്നുള്ളത് ഉറപ്പാണോ? അപ്പൊ നെവിൻ പറഞ്ഞു ഞാൻ പോകും. ഒരു 10 വട്ടം പറഞ്ഞു. അപ്പൊ അവരുടെ പ്രൊവോക്കേഷനിൽ വീണു. അപ്പൊ അവർ കൃത്യമായിട്ട് കിട്ടിയ ടൈമിൽ ഗോൾ അടിച്ചു. കളിക്കേണ്ടവർ കളിച്ചു. മറ്റുള്ളവർ സ്വന്തം വീട്ടിൽ മക്കളെ തൊട്ടിലിട്ട് ആട്ടി വളർത്തുന്ന മാതിരിയാണ് പാമ്പറിങ് ചെയ്തുകൊണ്ടാണ്. ഇന്നും അഭിലാഷിനൊന്നും ഗെയിം പോലും മനസ്സിലായിട്ടില്ല. കാരണം ആദില നൂറേനെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് നൂറേനെ സജസ്റ്റ് ചെയ്തത് പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കിയെന്ന്. പ്രൊവോക്കിംഗ് ഗെയിം അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിനകത്ത് ഫീമെയിൽ കണ്ടസ്റ്റൻസ് വാസ് നല്ല സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് ഈ സീസണും കൂടെ എനിക്കൊന്ന് തോന്നി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അവർ രണ്ടാളും 2 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ഞങ്ങൾക്ക് ആദ്യമേ അറിയുമ്പോഴേ ഇവർ രണ്ടുപേരുടെ സ്വഭാവവും 2 തന്നെയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അവർ പാർട്ട്നേഴ്സ് ആണെന്നുള്ള സത്യമാണ്. പക്ഷെ 2 അഭിപ്രായങ്ങളുള്ളവർ തന്നെയാണ്. ആദ്യ സമയങ്ങളിൽ ആദിലയുടേതായിരുന്നു പ്രസന്റേഷൻസ് കൂടുതൽ ആദിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നൂറയുടെ ആക്ടിവിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും കാണാനും പറ്റുന്നുണ്ട്. നൂറ പ്രതികരിക്കണം എന്ന് തോന്നുന്ന ഇടങ്ങളിൽ മാത്രമേ നൂറ വന്ന് സംസാരിക്കാറുള്ളൂ. ആവശ്യമില്ലാതെയൊന്നും നൂറ ഒരിടത്തും സംസാരിക്കില്ല. സംസാരിച്ചാൽ ഇപ്പൊ ഇവരെല്ലാവരും ട്രോളിന മാതിരി നൂറ എന്തുകൊണ്ടാ അധികം സംസാരിക്കില്ല എന്ന് ലാലേട്ട ചോദിക്കുന്നു. നൂറ വാ തുറന്നതും ഒരുത്തൻ ഇറങ്ങി ഓടിയത്. ഇതാണ് ഇപ്പൊ വരുന്ന ട്രോളുകൾ. അത് തന്നെയാണ് അവർ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയട്ടെ, നൂറയൊക്കെ വിജയിച്ച്, നൂറയും ആദിലയും വിജയിച്ച് കഴിഞ്ഞു. നമുക്കിനി തുടർന്നാലും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര നെഗറ്റീവിൽ വന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു സീസണിൽ കയറിയതോടെ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഇപ്പൊ പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആദിലയുടെയും നൂറയുടെയും ഫാമിലിയോടാണ്. എൻ്റെ അടുത്ത് ഇവർ 2 പേരും സംസാരിച്ചിട്ടാണ് പോയത്. ഇപ്പം പുറത്ത് അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ആദിലയുടെയും നൂറയുടെയും ഫാമിലിയോട് പറയാണ്, അവർ വലിയ രീതിയിൽ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ആദിലയുടെ ഉമ്മായ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സഹോദരിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നൂറയുടെ വാപ്പായെയും സഹോദരിയും ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ മനസ്സ് മാറി അവരെ സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ്. അവർ 2 പേരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ്. ഒരിക്കലും നിങ്ങളെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കണമെന്നോ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല അവർ നിൽക്കുന്നത്. അവർക്ക് എന്ന് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം മാത്രമാണ്. അവർ ചെറിയ കുട്ടികളാണ്. അവരുടെ മനസ്സിനെ മനസ്സിലാക്കി എന്താ പറയുക, ഞാനൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടർ എന്നുള്ള നിലയിലും കൂടി പറയുന്നതാണ്. ചിലർക്ക് അറിയില്ല, പ്രത്യേകിച്ച് അറിയാം മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാലും നിങ്ങൾ അവരെ ഉൾക്കൊള്ളും, സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോഴും ഉള്ളത്. അവർക്ക് നിങ്ങളോട് ആരോടും ഒരു തരത്തിലുള്ള വേദനയും വിഷമവും ഒന്നുമില്ല. ആദിലയുടെ ബർത്ത്ഡേ വന്ന സമയത്തായിക്കോട്ടെ, ഒനീലിൻ്റെ ബർത്ത്ഡേക്ക് ഒനീലിൻ്റെ ഫാമിലി വന്ന സമയത്ത് നൂറയുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ആ വേദന കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഞങ്ങൾക്കതിൽ ഭയങ്കര ഒരു സങ്കടമുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലി പുറത്തേക്ക് വരണ്ട, അവർ വരുമ്പോൾ അവരോട് സുഖമായിട്ടിരിക്കുന്നു എന്നെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം. കാരണം നിങ്ങളെ മക്കളാണ്, നിങ്ങൾ വളർത്തിയ മക്കളാണ്, ഞങ്ങളാരും വളർത്തിയതല്ല. അവിടെ നിങ്ങളുടെ വളർപ്പ് ദോഷവും അല്ല അവരങ്ങനെ ആയത്. നിങ്ങൾ നല്ല മക്കളായിട്ട് വളർത്തിക്കൊണ്ടാണ് നല്ല കുട്ടികളായിട്ട് നിന്ന് അവരവിടെ അതിനുള്ളിൽ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് പ്രൗഡ് മുഴുവനും നിങ്ങൾ എടുക്കേണ്ടത്. സമൂഹത്തെയോ നമ്മുടെ ഒരു വിശ്വാസത്തെയോ അടിസ്ഥാനത്തെയോ നിങ്ങൾ ഇതാക്കേണ്ടതില്ല. അവരെ സ്വീകരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അതെനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും എന്താ പറയാ, ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്ത് ഇനിയിപ്പോ ഞാൻ എപ്പോഴെങ്കിലും ഒരു ബിഗ് ബോസ് സീസണിൽ പോവുകയാണെങ്കിൽ എന്നെ ചേച്ചി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആദിലയും നൂറൊക്കെ ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളാണ്. ഇപ്പം ഭയങ്കര രസമുള്ള കുട്ടികളാണ് അവർ. പിന്നെ അനാവശ്യമായിട്ടൊന്നും ഒരു ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ. ഇപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒന്നും ഒരു സൈഡ് ഒരു പാട്ട് പോലും അല്ല അവരുടേത് സ്വഭാവം. അത്രയും നല്ല, ഇപ്പം മെഹറിനെയൊക്കെ പോലുള്ള ഒരു ക്യാരക്ടർ വൈസ് പോകുന്ന കുട്ടികളാണ്. സോ അതുകൊണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്.